വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയ സുഹൃത്തും സ്നേഹിതനുമായ മാസിക്കിനെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാസിക് പ്രധാനമായും ബൈബിൾ ഉപദേശവും അതിന് ചുറ്റുഭാഗം പടർന്നു കേൾക്കുന്നതിന്റെ ചരിത്രം പടർന്നു കേൾക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിശകലനം ചെയ്യുന്നത്? താങ്കൾ പറഞ്ഞു തുടങ്ങിയ ഭാഗത്തു നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അനുഗ്രഹീത ഭൂമി എന്ന് വിശേഷിക്കപ്പെട്ട ബൈത്തുൽ മുഖദ്ദിസും അതിന്റെ ചുറ്റുപാടുമുള്ള പരിശുദ്ധ മണ്ണാണ് ഫലസ്തീൻ. 10,000 കണക്കിന് അമ്പിയാക്കന്മാരുടെ സ്പർശനമേറ്റും നിരവധി പ്രവാചകന്മാരുടെ അന്തർവിഷമ സ്ഥലം എന്ന നിലയിലും ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് ഇതൊരു പ്രധാന പുണ്യമേറിയ സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാം മിഅ്റാജ് എന്ന യാത്ര തുടങ്ങിയത് മസ്ജിദുൽ അഖ്സയിൽ തന്നെയാണ്. ഇസ്ലാമിന്റെ ആദ്യ കിബ്ല. താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ആദ്യം മുസ്ലിങ്ങളുടെ കിബ്ല ബൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നെങ്കിലും പിന്നീട് അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം കഅബയിലേക്ക് മാറ്റി. ഇനി ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ ആരംഭത്തെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയ സുഹൃത്തും ചിന്തകനുമായ ഫദ്ൽ എത്തിച്ചേർന്നത്. ഫദ്ൽ, എന്താണ് അവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ? എന്താണ് ആ പ്രശ്നം തുടരാനുള്ള ആരംഭം? യഥാർത്ഥത്തിൽ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. 1948 ഇസ്രായേൽ എന്ന സയൻസ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഇത് അറബ് ഇസ്രായേൽ യുദ്ധത്തിന് കാരണമായി. കാരണം ആ പ്രദേശത്തെ അധിക നിവാസികളും മതപരമായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായ അറബ് ജനതയാണ്. വളരെ കുറഞ്ഞ ശതമാനം ജൂതന്മാരുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള പ്രദേശത്തേക്കാണ് ലോകത്തിലെ ജൂതന്മാർ വളരെ ബോധപൂർവം കുടിയേറ്റം നടത്തിയത്. ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പിന്നീട് ഇവർ മുസ്ലിങ്ങളെ ആട്ടിപ്പായിക്കാൻ തുടങ്ങി. 1,00,000-ലേറെ മുസ്ലിങ്ങൾ അവരുടെ താമസസ്ഥലം വിട്ട് പാരായണം ചെയ്തു വന്നു. അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ് നാം ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾ. താങ്കൾ പറഞ്ഞതുപോലെ ഈ യുദ്ധം തുടങ്ങിയത് കാരണം സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥ അഭയാർത്ഥി ക്യാമ്പുകൾ കഴിയുകയാണ് ഫലസ്തീനിലെയും ഗാസയിലെയും ജനങ്ങൾ. ഈ പ്രശ്നം തുടരുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെടുന്നത് മനുഷ്യാവകാശമാണ്. ഈ അവർക്ക് ആവശ്യമായ വെള്ളം, ആഹാരം, മരുന്ന്, ഇന്ന് ആവശ്യമായ കാര്യങ്ങൾ പോലും കിട്ടുന്നില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രിയ സുഹൃത്തും ഇലാഹിയ മദ്രസ SKSBB അദബ് കോർഡിനേറ്റർ കൂടിയായ അബ്ഷാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അബ്ഷാർ, എന്താണ് ഇന്നത്തെ ജനങ്ങൾ ഏറ്റവും നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. നിലവിൽ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ വളരെ ഗുരുതരമാണ്. കൂടാതെ താങ്കൾ പറഞ്ഞതുപോലെ വളരെ വേദനാജനകമായ വാർത്തകളാണ് ദിനം പ്രതി ഫലസ്തീനിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവർ ക്ഷമ നൽകട്ടെ. ആമീൻ. ഇനി ഹയ എന്ന കൊച്ചു ബാലികയുടെ അസ്യത വിവരിക്കുന്ന ഒരു മാധ്യമ സുഹൃത്തിന്റെ വോയിസ് നമുക്ക് കേൾക്കാം. ഞാൻ ഹയ, തീഗോളങ്ങളാൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞ രാവിലിരുന്ന് ഞാൻ എന്റെ ഒസിയത്ത് എഴുതുന്നു. ആകെ 80 ഷക്കലിന്റെ ബാധ്യത ക്യാഷായുണ്ട്. 45 ഷക്കൽ ഉമ്മാക്ക് കൊടുക്കാനുള്ളതാണ്. സീനത്തിനും ഹാഷിമിനും 5 ഷക്കൽ വീതം. ഹിബത്താത്തയ്ക്കും മറിയമിത്തയ്ക്കുമുണ്ട് 5 ഷക്കൽ കൊടുക്കാൻ. പിന്നെ അബൂദ് മാമനും സാറേളാമയ്ക്കും 5 വീതം. ക്യാഷായിട്ടുള്ള ബാധ്യത അത്രയേ ഉള്ളൂ. ഇനി കളിപ്പാട്ടങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടത് കൊണ്ടായിരിക്കണം ആ കണക്കുകളെ പ്രത്യേക വരക്കുള്ളിലാക്കിയിട്ടുണ്ട്. 4 പേർക്കായാണ് അവ വീതിച്ചു നൽകേണ്ടത്. കുഞ്ഞനുജത്തി സീനക്കാദ്യം, പിന്നെ കൂട്ടുകാരികളായ രമയ്ക്കും മിന്നയ്ക്കും അമലിനും. ഇനിയുള്ളത് ഉടുപ്പുകളാണ്. അവയെല്ലാം എളാപ്പയുടെ മക്കൾ എടുത്തോട്ടെ. മിച്ചമുണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുത്തോളൂ. ബാക്കിയുള്ളതെന്റെ ചെരുപ്പുകളാണ്. എന്റേത് മാത്രമാകുമെന്ന് കിനാവ് കണ്ട എന്റെ മണ്ണിനെ ചുംബിച്ചു നടന്ന പാദരക്ഷകൾ എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് അവയും പാവങ്ങൾക്ക് കൊടുത്തോളൂ. അവസാനിപ്പിച്ചതാണോ എന്ന് ഉറപ്പില്ല. ആ പേജ് അവിടെ തീരുകയാണ്. കിട്ടാനുള്ളവ കുറിച്ചു വെച്ച മറ്റൊരു പേജ് ഉണ്ടാകുമോ? അതിനവളുടെ മണ്ണിന്റെ കണക്കുണ്ടാകുമോ? അറിയില്ല. അപൂർണമായി ഉപേക്ഷിച്ച ഏതെങ്കിലും ഒരു പഠിപ്പ് പുസ്തകത്തിൽ നിന്ന് കീറിയെടുത്ത പേജായിരിക്കണം. എഴുതി തീർന്ന മാത്രയിൽ, അല്ലെങ്കിൽ കുഞ്ഞു ബാഗിലെ പ്രിയപ്പെട്ട അറയിൽ മടക്കി വെച്ചുറങ്ങാൻ കിടന്ന ആ രാവിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞ ഒരു തീകോളം ഹയയുടെ കുഞ്ഞു വീടിനെയും വിഴുങ്ങിക്കാണുമോ? അറിയില്ല. കുഞ്ഞു കൈയിൽ മൈലാഞ്ചണിയുമ്പോഴൊക്കെ അവൾ ആ തീകോളത്തെ പ്രതീക്ഷിച്ചിരുന്നിരിക്കണം. തന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളെ പോലെ ആ മൈലാഞ്ചി ചോപ്പിനെ പ്രണയിച്ചു കാണണം. അതുകൊണ്ടാകണം വരികളിൽ എവിടെയും ഇറകളില്ല, നിരാശകളുമില്ല.
കരിഞ്ഞ കോൺക്രീറ്റ് കൂനകൾക്കിടയിൽ കീറിപ്പറിയാതെയാണ് കിടന്നത്. ഈ കുഞ്ഞു ജീവിതത്തിൽ ഒരൊറ്റ പകൽ പോലും മുഴുവനായി കാണാൻ നീ ആശിക്കരുതെന്ന് പ്രിയപ്പെട്ട ഉമ്മ എപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. കരിയും ചോരയും കലർന്ന മണ്ണിനിടയിലൂടെ കുഞ്ഞു ചിറകുകൾ വിടർത്തി തീഗോളങ്ങളില്ലാത്ത വിഹായസിലേക്ക് തന്റെ കൂട്ടുകാരികൾ പറന്നു പോകുന്നത് നിർവികാരതയോടെ നോക്കി നിന്നു കാണുന്നു. ഉയരങ്ങളിൽ എവിടെയോ അവരവളെയും കാത്തു നിൽക്കുന്നത് ഉൾക്കണ്ണിൽ കണ്ടിരുന്നിരിക്കണം. തനിക്കും ചിറക് മുളക്കുന്നുണ്ടോ എന്ന് കൗതുകത്തോടെ തിരക്കിയിരിക്കണം. ഹയ എന്ന അറബി പേരിനർത്ഥം സന്തോഷത്തോടെ വരൂ എന്നാണ്. അങ്ങനെ ഒരു പേരിടുമ്പോൾ, കുഞ്ഞു കണ്ണുകളിലേക്ക് നോക്കി അങ്ങനെ വിളിക്കുമ്പോൾ, ഗസക്കാരായ അവളുടെ ഉപ്പയും ഉമ്മയും കണ്ട ജീവിതത്തിന്റെ നിറങ്ങളെ നിങ്ങൾ എങ്ങനെയാകും വർണ്ണിക്കുക? ഇപ്പോൾ നമ്മൾ കേട്ടത് അത്രയും സങ്കടകരമായ ഒരു അസീത് തന്നെയാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഥകൾ തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പ്രിയ സുഹൃത്തും ഇലാഹി അഹമ്മദ് SKSBB ഖിദ്മ കോർഡിനേറ്റർ കൂടിയായ ഫിസാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫിസാൻ, എന്താണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ നേരിട്ട് കൊണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങൾ? നിങ്ങൾ പറഞ്ഞതുപോലെ ഫലസ്തീനിലെ കുഞ്ഞു ബാല്യങ്ങളുടെ അവസ്ഥ വളരെ വേദനാജനകമാണ്. പ്രധാനമായും ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഗാസയിലെ 95% സ്കൂളുകൾ തകർന്നിരിക്കുകയോ കേടുപാടുകൾ വന്നിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതുകാരണം അവർക്ക് വിദ്യാഭ്യാസം മാത്രമല്ല നിഷേധിക്കപ്പെട്ടത്, മതപരമായി ജീവിക്കാനുള്ള അവകാശം അവർക്ക് നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞു. ഭയത്താലും ആശങ്കയാലുമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മറ്റൊരു ഭയാനകരമായ സംഭവം എന്തെന്നാൽ 50,000-ത്തിലധികം കുട്ടികൾ അവിടെ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ദിനം പ്രതി 100-ൽ പരം വിദ്യാർത്ഥികൾ അവിടെ സൈനിക നടപടികളാലോ പട്ടിണി മൂലമോ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം തന്നെ ഫലസ്തീനിലെ നിരവധി മക്കൾ അനാഥരായി തീർന്നിട്ടുണ്ട്. അള്ളാഹു അവർക്ക് കൂടുതൽ ക്ഷമ നൽകട്ടെ. അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകട്ടെ. അള്ളാഹു അവരുടെ പ്രയാസം എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കട്ടെ. ആമീൻ. ഫിസാൻ, താങ്കൾ പറഞ്ഞതുപോലെ വളരെയധികം വേദനാജനകമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഫലസ്തീനി കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അയൽവാസി പട്ടിണിയായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആഹ്ലാദത്തോടെ ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്നതുപോലെ ഫലസ്തീനിലെ പിഞ്ചുകുഞ്ഞുകൾ ഭക്ഷണം കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫലസ്തീനിലേക്ക് ഭക്ഷണം മരുന്ന് എത്തിക്കുന്ന സംഘടനകളുണ്ട്. അവരോട് നമ്മളാൽ കഴിയുന്ന എല്ലാം നമ്മൾ നൽകണം. ഗസയിലെ കുട്ടികൾക്ക് മരുന്നും ഭക്ഷണവും നൽകുന്ന സംഘടനകളുണ്ട്. അവരിലൂടെയും നമുക്ക് കഴിയുന്നത് നൽകണം. എന്താണ് താങ്കളുടെ അഭിപ്രായം? സമാധാനമായ പരിഹാരങ്ങൾക്കായി ശബ്ദമുയർത്താൻ നമുക്ക് സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ഉപയോഗിക്കുക. പ്രിയരെ, എനിക്ക് നിങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. എന്നെപ്പോലെ ഒരുപാട് മക്കൾ അവിടെ മരിച്ചു വീഴുന്നുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട് യതീമായി തീർന്നിട്ടുള്ള ഒരുപാട് മക്കൾ അവിടെയുണ്ട്. അവർക്ക് വേണ്ടി ഒന്നും കൂടി ദുആ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ സദസ്സ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇത് അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരും കാര്യമായി അപേക്ഷിക്കുകയാണ്. എല്ലാവരും ഫലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടി നിത്യവും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സദസ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.